This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പിതാവിനെ ഞാൻ കാണുമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും ദൈവ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണമെന്നാണ് അർത്ഥം. അതായത് ദൈവത്തിൻ്റെ ഭരണം ഒന്നാമതായി ഒരു വ്യക്തിയിൽ വെളിപ്പെടുകയും പിന്നത്തേതിൽ അവൻ്റെ ഭരണം ആക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയും ചെയ്യും. തുടർന്ന് ദൈവം പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിച്ച് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായി പുതിയ ജെറുസലേം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്താണ് ദൈവ തേജസ്സിൻ്റെ അർത്ഥം? ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനാണ് അവൻ്റെ തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ് പ്രാപിച്ച് ദൈവത്താൽ നിറയപ്പെട്ടവനായി ദൈവത്തിൻ്റെ കൂടെ നിത്യമായി ജീവിക്കുവാൻ അവൻ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ ചില സത്യങ്ങളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശ്യം. 2, ആ ദൈവിക പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ ഇപ്പോൾ തൻ്റെ പുത്രനായ യേശുവിനെ നൽകി വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം. 3, വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഒരു കൂട്ടം വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. 4, ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെ ഈ ഭൂമിയിലെ മനുഷ്യവർഗത്തോട് സ്വർഗത്തിലെ ദൈവം സംസാരിച്ചിരിക്കുന്ന സന്ദേശങ്ങളാണ്. ഈ 4 കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശത്തിൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് നാം കണ്ടു തുടങ്ങി. ദൈവത്തിന് ഒരു കുടുംബം ഭൂമിയിൽ ആവശ്യമാണ്.
അതായത് അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള ഒരു കൂട്ടം പുത്രീപുത്രന്മാരെ അവൻ ആവശ്യമായതുകൊണ്ടാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഒന്നാമത്തെ മനുഷ്യനായ ആദാം ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് അവൻ്റെ കുടുംബത്തിൽ നിന്നും വെളിയിൽ ആക്കപ്പെട്ടു. തുടർന്ന് ആദമിൻ്റെ സന്തതിയായ ശേത്തിൻ്റെ വംശപാരമ്പര്യത്തിലൂടെ ദൈവം തൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നോഹയുടെ കാലമെത്തിയപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരുമായിട്ടുള്ള സംസർഗത്തിൽ ഏർപ്പെടുകയും അവരും ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അന്യമാക്കപ്പെട്ടു. തുടർന്ന് ദൈവം ഒരു ജലപ്രളയത്തിലൂടെ ആ തലമുറയെ നശിപ്പിച്ച് നോഹയും കുടുംബത്തെയും രക്ഷിച്ചു. നോഹയുടെ കുടുംബത്തിലൂടെ ഭൂമിയിൽ മനുഷ്യർ പെരുകി. ദൈവം ഒരു മനുഷ്യനെ തനിക്കായി കണ്ടെത്തി. അവൻ്റെ പേര് അബ്രഹാം എന്നാണ്. ആ അബ്രഹാമിലൂടെ ദൈവം തനിക്ക് വലിയ ഒരു കുടുംബത്തെ സൃഷ്ടിച്ചു. അവരുടെ പേര് ഇസ്രായേൽ ജനമെന്നാണ്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവം നിരവധി പ്രാവശ്യം വെളിപ്പെടുത്തിയെങ്കിലും അവർ ദൈവത്തെ പിതാവെന്ന് തിരിച്ചറിഞ്ഞില്ല. അവർ ദൈവത്തെ യജമാനനായി കാണുകയും തങ്ങളെ തന്നെ ആ യജമാനൻ്റെ ദാസന്മാരായി കണക്കാക്കുകയും ചെയ്തു. തുടർന്ന് ഇസ്രായേൽ മക്കളും ദൈവത്തിനെതിരെ പാപം ചെയ്ത് അന്യദൈവങ്ങളെ സേവിച്ച് സ്വർഗത്തിലെ പിതാവിനെ ഉപേക്ഷിച്ച് അവരുടെ കുടുംബത്തിൽ നിന്നും വെളിയിലാക്കപ്പെട്ടു. എന്നാൽ ആദമിൻ്റെയും ശേത്തിൻ്റെ പാരമ്പര്യക്കാരുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും പാപം ദൈവത്തിൻ്റെ പദ്ധതിക്ക് നീക്കം വരുത്തിയില്ല. കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി അവരെ മരണത്തിൽ നിന്ന് നിത്യമായി രക്ഷിച്ചു. യേശു ഭൂമിയിൽ വന്നത് പാപങ്ങൾ മോചിച്ച് നമ്മെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, അതിലൂടെ ദൈവത്തിൻ്റെ കുടുംബം ഈ ഭൂമിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ മക്കളായി തീരുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവനെ കൈക്കൊണ്ട്, അതായത് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ശ്രദ്ധിക്കുക, യേശുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ മകനാകുവാൻ, മകളാകുവാൻ സ്വർഗത്തിലെ പിതാവാം ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിലെ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ കഴിയുകയുള്ളൂ. അവർക്ക് ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ മക്കളാകുവാൻ, അവനെ പിതാവെന്ന് വിളിക്കുവാൻ. 13-ാം വാക്യം പറയുന്നു, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അതായത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുന്നു, അവർ ആരാണ്? യേശുവിനെ കൈക്കൊണ്ടവർ, യേശുവിനെ സ്വീകരിച്ചവർ. അവർ രക്തത്തിൽ നിന്നല്ല ജനിച്ചത്, ജഡത്തിൻ്റെ ഇഷ്ടത്താൽ അല്ല ജനിച്ചത്, പുരുഷൻ്റെ ഇഷ്ടത്താൽ അല്ല ജനിച്ചത്, പിന്നെയോ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എന്താണ് ദൈവത്തിൽ നിന്നും ജനിക്കുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ പുറമെയുള്ള മനുഷ്യനെയാണ്. ഈ പുറമെയുള്ള മനുഷ്യൻ, എൻ്റെ ശരീരം രക്തത്തിൽ നിന്നും ജനിച്ചതാണ്. ഒരു പുരുഷൻ്റെ ഇഷ്ടത്താൽ ജനിച്ചതാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്കും ജനിച്ചതാണ് ഈ പുറമെ കാണുന്ന ഞാൻ.
എന്നാൽ എൻ്റെ അകത്ത് ഒരു യഥാർത്ഥ മനുഷ്യനുണ്ട്. അതിന് മനുഷ്യൻ്റെ ആത്മാവ്, അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ എന്നൊക്കെ പറയും. ഈ അകത്തെ മനുഷ്യൻ ജനിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ പാപത്താൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യാത്മാവിലേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യ ആത്മാവിന് ദൈവത്തിൻ്റെ ജീവനെ കൊടുത്ത് അവനെ വീണ്ടും ജനിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ജീവൻ, സ്വർഗീയ ജീവൻ ആത്മാവിൽ വന്ന് ആ ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവർ മാത്രമാണ് ഇപ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ അധികാരമുള്ളവർ. മറ്റൊരു വ്യക്തിക്കും സ്വർഗത്തിലെ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ അധികാരമില്ല. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്കെത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാകൊണ്ട് നമ്മെയും അറിയുന്നില്ല. വചനം പറയുന്നത് കേട്ടോ നിങ്ങൾ. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്താണ് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം? നമ്മെ തൻ്റെ മക്കളാക്കി തീർക്കുവാൻ, നമ്മെ അവൻ്റെ കുടുംബത്തിലെ അംഗമാക്കി തീർക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് പകരമായി ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ പാപങ്ങൾ നമ്മുടെ പകരക്കാരനായ തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തി. പുത്രൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് പകരമായി ക്രൂശിന്മേൽ കയറി. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കി, പാപത്തിൻ്റെ സ്ഥാനത്ത് കണ്ടു. അങ്ങനെ ദൈവത്തിൻ്റെ കോപം, പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധി തൻ്റെ പുത്രൻ്റെ മേൽ ഇറങ്ങി വന്ന് തൻ്റെ പുത്രനെ നമ്മുടെ പാപത്തിന് പകരമായ ന്യായം വിധിച്ച് അവനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ തൻ്റെ പുത്രനെ ന്യായം വിധിച്ച് മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടിയാണ്, അവൻ്റെ പുത്രീപുത്രന്മാരാക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ദൈവം തൻ്റെ സ്നേഹം നമ്മോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ 2-ാം ഭാഗം പറഞ്ഞിരിക്കുന്നത്, നാം അങ്ങനെ തന്നെയാകുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് വ്യക്തമായി പറയുകയാണ്. 2-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു. യേശുവിനെ സ്വീകരിച്ച എല്ലാവരും ദൈവത്തിൽ നിന്നും ജനിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. എന്നാൽ അനേക ദൈവത്തിൻ്റെ മക്കൾക്കും യേശുവിനെ സ്വീകരിച്ച് ദൈവ കുടുംബത്തിൽ വന്ന അനേകം ദൈവമക്കൾക്കും തങ്ങൾ ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാണെന്ന് വ്യക്തമായിരിക്കുന്ന ബോധ്യമില്ല. അവർ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നില്ല. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് അവർ വിളിക്കുന്നു. പരിശുദ്ധനെന്നും നിത്യനായ ദൈവമെന്നും അവനെ വിളിക്കുന്നു. പക്ഷേ എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോവുകയാണ്. മാത്രമല്ല, തങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഇന്നും അവർക്ക് വ്യക്തമായ ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അവർ തങ്ങളെ കണക്കാക്കുന്നത് ദൈവത്തിൻ്റെ ദാസീദാസന്മാരായിട്ടാണ്. എന്നാൽ ഒരു കൂട്ടം വ്യക്തികൾ അവർ ദൈവത്തെ പിതാവെന്ന് പറയുന്നു, തങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്നൊക്കെ പറയുന്നെങ്കിലും അവരുടെ ജീവിതം പരിശോധിച്ചാൽ ഇന്നും ഈ പറയുന്ന കാര്യങ്ങളുടെ ശരിയായ പ്രകാശനം അവരുടെ അകത്തില്ലെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെന്നും നിങ്ങൾ സ്വർഗത്തിലെ പിതാവാം ദൈവത്തിൻ്റെ മക്കളാണെന്നുമുള്ള യഥാർത്ഥ പ്രകാശനം, യഥാർത്ഥ വെളിപ്പാട് നിങ്ങളുടെ അകത്തു വന്നാൽ ഈ ഭൂമിയിൽ നിങ്ങൾ പൂർണ്ണമായി വിടുവിക്കപ്പെട്ടിരിക്കും.
നിങ്ങൾക്ക് പിന്നെ ഒന്നിനെയും കുറിച്ചും ഭാരപ്പെടാൻ കഴിയത്തില്ല. നാളെക്കുറിച്ച് ആകുല ചിത്തരാകാൻ കഴിയത്തില്ല. അനേകരും ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ പ്രകാശിച്ച് വെളിപ്പാടായി തീർന്നിട്ടില്ല. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ അകമയുള്ള പ്രവർത്തനങ്ങളെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. യേശുവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നെങ്കിലും, സ്വർഗത്തിലെ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാനുള്ള അധികാരം ലഭിച്ചെങ്കിലും അതിൻ്റെ വെളിപ്പാടിൽ അനേകർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ അഥവാ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് അയച്ച് നമ്മുടെ ആത്മാവിനെ എല്ലായ്പ്പോഴും നാം ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ബോധ്യം കൊടുത്ത് നമ്മുടെ ആത്മാവിന് അതിൻ്റെ അഭ്യസനം കൊടുക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അതായത് പരിശുദ്ധ യേശുവിനെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയിലേക്കും ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നത് യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവിലാണ്. അങ്ങനെ അവൻ്റെ ആത്മാവിൽ അധിവസിച്ചുകൊണ്ട് പരിശുദ്ധ എല്ലായ്പ്പോഴും നാം ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുകയാണ്. മനസ്സിലാകുമോ? നാം രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ വീണ്ടും ജനിച്ചത് 25 വയസ്സുള്ളപ്പോഴായിരിക്കാം. 25 വയസ്സുവരെ നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ ദൈവത്തെ കൂടാതെ ജീവിച്ചവനായിരുന്നു. നമ്മുടെ ആത്മാവ് രൂപം കൊണ്ടിരിക്കുന്നത് ദൈവത്തിങ്കൽ നിന്നാണ്. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ദൈവം മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. അങ്ങനെ ആദമിൻ്റെ ശരീരത്തിലേക്ക്, അവൻ്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം ഊതി. ആ ജീവശ്വാസം, ദൈവത്തിൻ്റെ ജീവശ്വാസം അവൻ്റെ ശരീരത്തിനകത്തു കടന്നപ്പോൾ ആ ജീവശ്വാസം രൂപഭേദം വന്ന് മനുഷ്യൻ്റെ ആത്മാവായി തീർന്നു. മനുഷ്യൻ്റെ ആത്മാവും ശരീരവും തമ്മിൽ കൂട്ടി യോജിച്ചപ്പോഴാണ് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. അതായത് മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ്റെ ആത്മാവിന് ഇനിമേൽ ദൈവവുമായുള്ള ബന്ധത്തിൽ തുടരുവാൻ കഴിയാത്തതുകൊണ്ട് അത് നിർജീവ അവസ്ഥയിലായി തീർന്നു. പാപത്താലും അതിക്രമത്താലും അവൻ മരിച്ചവനായി തീർന്നു. യേശുവിനെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ അവൻ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ ആത്മാവിൽ ദൈവജീവൻ കൊടുത്ത് അവനെ വീണ്ടും ജനിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ മകളാക്കി തീർക്കുന്നു. എന്നാൽ കഴിഞ്ഞ 25 വർഷക്കാലം പിതാവിനെ കൂടാതെ ജീവിച്ചതുകൊണ്ട് താൻ വീണ്ടും ജനിച്ചെങ്കിലും ദൈവജീവൻ പ്രാപിച്ചെങ്കിലും താൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള പൂർണ്ണമായ ബോധ്യമൊന്നും നമ്മുടെ ആത്മാവിനുണ്ടാകുന്നില്ല. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. പരിശുദ്ധ നമ്മുടെ ആത്മാവിൽ അധിവസിച്ചുകൊണ്ട് നിരന്തരം നമ്മുടെ ആത്മാവിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ഇനി അനാഥനല്ല, നിൻ്റെ അകത്ത് ഇനി അനാഥത്വത്തിൻ്റെ ആവശ്യമില്ല, നീ ദൈവത്തിൽ നിന്നും ജനിച്ച ദൈവത്തിൻ്റെ മകനാണെന്ന് പരിശുദ്ധ നമ്മുടെ ആത്മാവിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഒന്നാമതായി പരിശുദ്ധ നമ്മുടെ ആത്മാവിൽ വന്ന്
നമ്മുടെ ആത്മാവിന് ജീവൻ കൊടുത്ത് ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് നിരന്തരം നമ്മുടെ ആത്മാവിനോട് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. രണ്ടാമതായി, പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറച്ച് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് നമുക്ക് പകരമായി പിതാവാം ദൈവത്തെ വിളിക്കുകയാണ്. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നെങ്കിലും, പുത്രത്വത്തിൻ്റെ ആത്മാവ് വന്നെങ്കിലും, എൻ്റെ ആത്മാവിൽ നിരന്തരമായി ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് എൻ്റെ ആത്മാവിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നെങ്കിലും ആ ബോധ്യങ്ങളൊന്നും എൻ്റെ മനസ്സിലോട്ട് ഇറങ്ങി വരുന്നില്ല. എൻ്റെ ചിന്തയ്ക്ക്, എൻ്റെ ബുദ്ധിക്ക് അത് പ്രാപ്യമാകുന്നില്ല. എൻ്റെ ആത്മാവിൽ അത് ബോധ്യം വന്നെങ്കിലും എൻ്റെ ചിന്തയിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ അറിവിൽ ഇത് ബോധ്യം വരുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് എനിക്ക് പകരമായി ദൈവത്തെ വിളിക്കുകയാണ്. സ്വർഗത്തിലെ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഞാൻ പരാജയപ്പെട്ടെടുത്ത് പരിശുദ്ധ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് എനിക്ക് പകരമായി വിളിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രാർത്ഥന, ഈ നിലവിളി എൻ്റെ പ്രാർത്ഥനയായി ദൈവം കണക്കാക്കി ഞാൻ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതായി ദൈവം അംഗീകരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലും ഈ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ മറ്റൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. 26-27 വാക്യങ്ങൾ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ശരിയാവണ്ണം പ്രാർത്ഥിക്കുവാൻ എനിക്കറിയത്തില്ല. എന്തു പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എനിക്കറിയാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് താമസിച്ച് എനിക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് പക്ഷവാദം ചെയ്യുകയാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പശ്ചാത്തലത്തിലാണെങ്കിലും അടുത്ത വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന എൻ്റെ ഹൃദയങ്ങളെ പരിശോധിച്ച് എൻ്റെ പ്രാർത്ഥനയായി ദൈവം കണക്കാക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ അർത്ഥം ഇതാണ്. എനിക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ ബുദ്ധിക്ക് അത് ഇന്നുവരെ ബോധ്യം വന്നിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് എനിക്ക് പകരമായി ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുകയും സ്വർഗത്തിലെ പിതാവ് അത് എൻ്റെ പ്രാർത്ഥനയായി അംഗീകരിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കൃപ. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചിച്ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല.
കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ